അനുരാഗ് ലോല ഗാത്രി. ഇത് വായിച്ചപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു മലയാള സിനിമയുടെ കോപ്പി പോലെയാണ് തോന്നിയത്. ഒരു ഇമോഷണൽ ലവ് സ്റ്റോറി പോലെയാണ് എഴുത്തുകാരി ഇത് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇപ്പൊ പ്രണയങ്ങൾ തുടങ്ങും. ഇതിന്റെ ആദ്യ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നീട് 4-5 ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടി തന്റെ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അത്രയും കാത്തിരിക്കാൻ കാണിക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സാണ് ഈ പുസ്തകത്തിലെ അവസാനം വരെ. എന്നും നിന്റെ മൊയ്തീൻ സിനിമ ഒന്നുകൂടെ കണ്ട പോലെയാണ് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ കാഞ്ചനമാലയും മൊയ്തീനും കുറെ കാലം കണ്ട് പരസ്പരം മനസ്സിലാക്കിയിട്ട് പ്രണയിച്ചു പോകും. ഇതിൽ നായകനെ കണ്ടപാടെ പ്രണയിക്കാനുണ്ടായത്. പിന്നെ സാധാരണ തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നായികയ്ക്ക് നായകനോട് പ്രണയം തോന്നുന്നത്. 2-3 ദിവസം മാത്രം കണ്ടു പരിചയമുള്ള ഒരുത്തനുമായിട്ടുള്ള പ്രണയം തന്റെ വീട്ടിൽ അറിഞ്ഞപ്പോൾ നമ്മുടെ കാഞ്ചനമാലയെ വീട്ടിലടച്ച പോലെ ഇതിൽ നായകനെയും വീട്ടിൽ അടയ്ക്കുന്നു. പിന്നീട് നായിക ഒരു 7 വർഷമാണ് നായകന് വേണ്ടി ആ വീട്ടിൽ കാത്തിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നായകനെ കാണാൻ വേണ്ടി ഡൽഹിയിലോട്ട് പോവുകയാണ്. ഡൽഹിയിൽ പോയി നായകനെ കണ്ട് സംസാരിച്ച് അവരൊരുമിച്ചൊക്കെ ജീവിക്കാൻ തീരുമാനിച്ച് നായിക തിരിച്ച് നാട്ടിലോട്ട് വരുന്നത് ട്രെയിനിലാണ്. അങ്ങനെ ആ ട്രെയിൻ അപകടത്തിൽപ്പെടുന്നു. സിനിമയിലെ മൊയ്തീൻ അവരൊരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്ത് തിരിച്ച് തോണിയിൽ വരുമ്പോൾ തോണി അപകടത്തിൽപ്പെടുന്ന അതേപോലെ തന്നെയാണ് ഇതിലെ ക്ലൈമാക്സ് എഴുതിയിരിക്കുന്നത്. ഇന്നും നിന്റെ മൊയ്തീൻ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയ പോലെയാണ് എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എനിക്ക് കമന്റ് ചെയ്യാം.